എല്ലാവർക്കും നമസ്കാരം. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങൾ അടങ്ങിയിട്ടുള്ള മേടം മുതൽ മീനം വരെയുള്ള 12 രാശികളിൽ ജനിച്ചവരുടെ വിഷുഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായി അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നാളുകൾ അടങ്ങിയിട്ടുള്ള മേടക്കുറി ജനിച്ചവരുടെ വിഷുഫലങ്ങളെ നോക്കാം. വരാൻ പോകുന്ന ഒരു വർഷക്കാലം ഒരു വശം അലച്ചിൽ അധികരിക്കുന്നത് പോലെയുള്ള ദോഷഫലങ്ങളും മറുവശം ഇപ്പോഴുള്ള ജോലിയേക്കാൾ മെച്ചപ്പെട്ട ജോലിയിലേക്ക് മാറ്റം ലഭിക്കുന്നത് പോലെയുള്ള അനുകൂല ഫലങ്ങളുമായിരിക്കും മേടക്കുറുകാർക്ക് ലഭിക്കുക. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന കോഴ്സുകൾ ചേർന്ന് പഠിക്കുവാനുള്ള അവസരം ലഭിക്കും. പക്ഷേ പഠനപരമായ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം മാറ്റിവെച്ചാൽ മാത്രമേ പരീക്ഷകളിൽ പ്രതീക്ഷിക്കുന്ന വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാനും യോഗമുണ്ടാകും. പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കാനും സാധ്യതയുള്ള സമയമാണെങ്കിലും കുറഞ്ഞ ശമ്പളത്തിലോ അല്ലെങ്കിൽ മനസ്സിന് ഇഷ്ടപ്പെടാത്ത സ്ഥലത്തോ ജോലി ചെയ്യേണ്ടതായ സാഹചര്യവും ഉണ്ടാകും. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂല ഫലങ്ങൾ ലഭിക്കുന്ന വർഷമാണിത്. കുറേ കാലമായി ഉള്ളിൽ കൊണ്ടുനടന്ന ആഗ്രഹങ്ങൾ സഫലമാകും. വ്യക്തിഗത കഴിവുകൾ പ്രകടിപ്പിക്കാൻ നിരവധി അവസരങ്ങൾ ലഭിക്കും. വിവാഹപ്രായമായവർക്ക് വിവാഹകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി വിവാഹം നടക്കുകയും വിവാഹം കഴിഞ്ഞ ദമ്പതിമാർക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ കുറയുന്നതുമാണ്. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് ലാഭം അധികരിക്കും. പൂർവിക സ്വത്തുക്കളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറും. ഈ വർഷം ചെലവുകൾ അധികരിക്കുമെങ്കിലും അത് പൊതുവെ ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കും. അതേസമയം ചെറുപ്പക്കാർക്ക് പ്രണയ നൈരാശ്യവും മുതിർന്നവർക്ക് സന്താനങ്ങൾ മൂലം മനോവിഷമവും ഉണ്ടാകാനും സാധ്യതയുള്ള സമയമാണിത്. ഭക്ഷണകാര്യങ്ങളിൽ ചിട്ട പാലിക്കുന്നതിലൂടെ ആരോഗ്യ പ്രശ്നങ്ങളെ തടുക്കാൻ സാധിക്കും. വയസ്സിൽ മുതിർന്നവർക്ക് ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്ന സമയമാണിത്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ഈ വർഷം മേടക്കുറുകാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മേടക്കുറി ജനിച്ചവരുടെ വിഷുഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്തതായി ഇടവക്കുറി ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. കാർത്തികയുടെ അവസാനത്തെ 3 പാദങ്ങൾ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ എന്നീ നാളുകൾ അടങ്ങിയിട്ടുള്ള ഇടവക്കുറി ജനിച്ചവരുടെ വിഷുഫലങ്ങളെ നോക്കാം. ഇടവക്കുറുകാർക്ക് ഇനി മുതൽ വരുമാനം അധികരിക്കും. ഇതുവരെ നിറവേറാത്ത പല ആഗ്രഹങ്ങളും സഫലമാക്കാൻ സാധിക്കുന്ന സമയമാണിത്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. തടസ്സപ്പെട്ട ശുഭകാര്യങ്ങളെല്ലാം ഇനി തടസ്സമില്ലാതെ നടക്കും. വിവാഹപ്രായമായവർക്ക് വിവാഹയോഗമുണ്ടാകും. വീട്, വാഹനം എന്നിവ വാങ്ങുവാനും വില ഉയർന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങുവാനും യോഗമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്ത് പോകാനും അനുകൂലമായ സമയമാണിത്. പഠനം കഴിഞ്ഞ് ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും. ജോലിയിലുള്ളവർക്ക് മേലുദ്യോഗസ്ഥരുടെ സഹായ സഹകരണങ്ങളും സ്ഥാനക്കയറ്റവും ശമ്പള വർധനയും ഉണ്ടാകും. കലാകാരന്മാർക്ക് പേരും പ്രശസ്തിയും അധികരിക്കും. പുതിയ നിക്ഷേപങ്ങൾ നടത്താനും പുതിയ തൊഴിൽ തുടങ്ങാനും അനുകൂലമായ സമയമാണിത്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ അധികരിക്കും. പ്രണയബന്ധത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറും. കടബാധ്യതയുള്ളവർക്ക് കടങ്ങളിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും. ചിലർക്ക് ലോട്ടറി അടിക്കുന്നത് പോലെ പെട്ടെന്നുള്ള ധനലാഭമുണ്ടാകും. പൊതുപ്രവർത്തകർക്ക് തിരഞ്ഞെടുപ്പിൽ വിജയം നേടാൻ സാധിക്കും. മൊത്തത്തിൽ നോക്കുമ്പോൾ വരാൻ പോകുന്ന ഒരു വർഷക്കാലം പൊതുവെ അനുകൂല ഫലങ്ങളായിരിക്കും ഇടവക്കൂറുകാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇടവക്കുറി ജനിച്ചവരുടെ വിഷുഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്തതായി മിഥുനക്കുറി ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. മകയിരം അവസാനത്തെ 2 പാദങ്ങൾ, തിരുവാതിര, പുണർതം നാളിൻ്റെ ആദ്യത്തെ 3 പാദങ്ങൾ എന്നീ നാളുകൾ അടങ്ങിയിട്ടുള്ള മിഥുനക്കുറി ജനിച്ചവരുടെ വിഷുഫലങ്ങളെ നോക്കാം. മിഥുനക്കുറുകാർക്ക് ഈ വർഷം ഉത്തരവാദിത്തങ്ങളും ജോലിഭാരവും അധികരിക്കുന്നതാണ്. ജോലിഭാരം വർദ്ധിക്കുമെങ്കിലും മേലുദ്യോഗസ്ഥരുടെ പിന്തുണയും ലഭിക്കുന്നതാണ്. ചിലർക്ക് അനുകൂലമായ സ്ഥലം മാറ്റവും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അന്യ സംസ്ഥാനത്തോ വിദേശത്തോ പോയി ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിക്കും. കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർ വിപണിയുടെ സങ്കീർണതകൾ മനസ്സിലാക്കിയതിനു ശേഷം തൊഴിൽപരമായ കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയമാണിത്. വിവാഹം കഴിഞ്ഞ് കുട്ടികളുണ്ടാകാൻ താമസം നേരിട്ടവർക്ക് ഈ വർഷം സന്താനഭാഗ്യം ലഭിക്കുന്നതാണ്. വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നീങ്ങി ഐക്യമുണ്ടാകുന്നതുമാണ്. കൂട്ടായി തൊഴിൽ ചെയ്യാനുള്ള അവസരം വന്നു ചേരും. കടങ്ങളുള്ളവർക്ക് അതിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും. സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. മൊത്തത്തിൽ നോക്കുമ്പോൾ വരാൻ പോകുന്ന ഒരു വർഷക്കാലം അനുകൂലമായ ഫലങ്ങളായിരിക്കും മിഥുനക്കുറുകാർക്ക് അധികം ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മിഥുനക്കുറി ജനിച്ചവരുടെ വിഷുഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്തതായി കർക്കിടകക്കുറി ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. പുണർതം നക്ഷത്രത്തിൻ്റെ അവസാന പാദവും പൂയം, ആയില്യം എന്നീ നാളുകളും അടങ്ങിയിട്ടുള്ള കർക്കിടകക്കുറി ജനിച്ചവരുടെ വിഷുഫലങ്ങളെ നോക്കാം. സ്കൂൾ തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും. കലാരംഗത്തുള്ളവർക്ക് കലാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ സാധിക്കും. ജോലിയിലുള്ളവർക്ക് തടസ്സപ്പെട്ടിരുന്ന പ്രൊമോഷനും അനുകൂലമായ സ്ഥലം മാറ്റവും ലഭിക്കും. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും. ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായ സമയമാണിത്. വിവാഹം കഴിഞ്ഞവരുടെ ദാമ്പത്യ ജീവിതത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഇനി മാറുന്നതാണ്. സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങളിൽ തടസ്സം നേരിട്ടവർക്ക് തടസ്സങ്ങൾ മാറി വിവാഹം നടത്താൻ സാധിക്കും. ചിലവുകൾ ഉണ്ടാകുമെങ്കിലും സന്താനങ്ങളുടെ പഠനകാര്യങ്ങൾ, വിവാഹം, വീട് കെട്ടുക, സ്ഥലം വാങ്ങുക ഇതുപോലെയുള്ള ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഈ കാലയളവിൽ കൂടുതലും പണം ചെലവഴിക്കേണ്ടി വരിക. ബാങ്ക് ലോൺ പോലെയുള്ള കാര്യങ്ങൾക്ക് അപേക്ഷിച്ചിട്ട് അത് ലഭിക്കാൻ താമസം നേരിട്ടവർക്ക് ലോൺ ലഭിക്കുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നവരുടെ ആരോഗ്യം മെച്ചപ്പെടും. വീട് പണി ഇടയ്ക്ക് വെച്ച് നിന്നുപോയവർക്ക് പണി പൂർത്തിയാക്കാനും പുതിയ വീട്ടിലേക്ക് താമസം മാറാനും സാധിക്കും. മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും കർക്കിടകക്കുറുകാർക്ക് ഈ വർഷം ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കർക്കിടകക്കുറി ജനിച്ചവരുടെ വിഷുഫലങ്ങളെ ഇവിടെ നിർത്തുന്നു.
അടുത്തതായി ചിങ്ങക്കുറി ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ പാദം എന്നീ നാളുകൾ അടങ്ങിയിട്ടുള്ള ചിങ്ങക്കുറി ജനിച്ചവരുടെ വിഷഫലങ്ങളെ നോക്കാം. ചിങ്ങക്കുറുകാർക്ക് ഈ വർഷം വരുമാനം അധികരിക്കും. ചെറിയ രീതിയിൽ കടങ്ങളുള്ളവർക്ക് അതിൽ നിന്നും മോചനം നേടാൻ സാധിക്കും. വളരെ നാളത്തെ ആഗ്രഹങ്ങൾ സഫലമാകും. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച കോഴ്സുകൾ ചെയ്യുന്ന പഠിക്കാനും പഠനം കഴിഞ്ഞവർക്ക് നല്ല ജോലിയിൽ പ്രവേശിക്കാനും സാധിക്കും. ഉദ്യോഗത്തിലുള്ളവർക്ക് തടസ്സപ്പെട്ടിരുന്ന പ്രമോഷനും ശമ്പള വർധനയും ഉണ്ടാകും. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് ലാഭം അധികരിക്കും. വിവാഹാദി മംഗള കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും. സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. വിവാഹം കഴിഞ്ഞ് കുട്ടികളുണ്ടാകാൻ താമസിച്ചവർക്ക് സന്താനഭാഗ്യം ലഭിക്കും. അതേസമയം അഷ്ടമശനി നടക്കുന്നതിനാൽ ഈ കാലയളവിൽ നന്നായി ചിന്തിച്ചതിന് ശേഷം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. കഠിനാധ്വാനം ചെയ്താലും അതിനനുസരിച്ചുള്ള പ്രതിഫലവും അംഗീകാരവും ലഭിക്കാൻ താമസമുണ്ടാകും. ഈ കാലയളവിൽ ആത്മീയപരമായ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം ചിലവഴിച്ചാൽ നെഗറ്റീവായുള്ള ചിന്തകൾ കുറയുകയും പോസിറ്റീവായ ചിന്തകൾ അധികരിക്കുന്നതുമാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ഈ വർഷം ചിങ്ങക്കുറുകാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചിങ്ങക്കുറി ജനിച്ചവരുടെ വിഷഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്തതായി കന്നിക്കുറി ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. ഉത്രം നാളിൻ്റെ അവസാനത്തെ 3 പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ 2 പാദങ്ങളും അടങ്ങിയിട്ടുള്ള കന്നിക്കുറി ജനിച്ചവരുടെ വിഷഫലങ്ങളെ നോക്കാം. സ്കൂൾ തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കാനും പരീക്ഷകളിൽ വിജയം നേടാനും സാധിക്കുന്ന സമയമാണിത്. വിദ്യാഭ്യാസ സംബന്ധമായ യാത്രകൾ, വിദേശ പഠനം എന്നിവയ്ക്കുള്ള അവസരങ്ങളും വന്നു ചേരും. ജോലിയിലുള്ളവർക്ക് മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും. നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി നീങ്ങുകയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യും. വാക്കിന് വിലയുണ്ടാകും. തൊഴിൽപരമായി ചില പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുമെങ്കിലും വരുമാനവും വന്നു ചേരുന്നതാണ്. ചെറിയ രീതിയിൽ കടങ്ങളുള്ളവർക്ക് കടങ്ങളിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും. ഗൃഹനിർമ്മാണം പോലെയുള്ള കാര്യങ്ങൾക്ക് ലോൺ ലഭിക്കുന്നതിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും. വീട് പണി പൂർത്തിയാക്കി പുതിയ വീട്ടിലേക്ക് താമസം മാറാനും യോഗമുണ്ടാകും. ജോലിയിലുള്ളവർക്ക് സ്വന്തമായി തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യം വന്നു ചേരും. തൊഴിൽപരമായ കാര്യങ്ങൾക്ക് വേണ്ടി വാങ്ങിയ കടങ്ങൾ വീട്ടാൻ സാധിക്കും. വിവാഹാദി മംഗളകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും. ജീവിത പങ്കാളിയുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും തൊഴിൽ കൂട്ടാളിയുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അവയെല്ലാം മാറി ആരോഗ്യം മെച്ചപ്പെടും. കുടുംബാംഗങ്ങളുടെ സഹായ സഹകരണവും ഉണ്ടാകും. മൊത്തത്തിൽ നോക്കുമ്പോൾ വരാൻ പോകുന്ന ഒരു വർഷക്കാലം അനുകൂലമായ ഫലങ്ങളാണ് കന്നിക്കുറുകാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കന്നിക്കുറി ജനിച്ചവരുടെ വിഷുഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്തതായി തുലാക്കുറി ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. ചിത്രയുടെ അവസാനത്തെ 2 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങളും അടങ്ങിയിട്ടുള്ള തുലാക്കുറി ജനിച്ചവരുടെ വിഷുഫലങ്ങളെ നോക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനപരമായ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുകയും പരീക്ഷകളിൽ ഉയർന്ന മാർക്കോടെ വിജയം നേടാനും സാധിക്കും. പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കാനും സാധ്യതയുള്ള സമയമാണിത്. ജോലിയിലുള്ളവർക്ക് മേലുദ്യോഗസ്ഥരുമായും സഹപ്രവർത്തകരുമായും ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറും. ചിലർക്ക് അനുകൂലമായ സ്ഥലം മാറ്റമുണ്ടാകും. വരുമാനവും അധികരിക്കും. വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങുവാൻ യോഗമുണ്ടാകും. വിവാഹം കഴിഞ്ഞ വർഷങ്ങളായി കുട്ടികളില്ലാത്തവർക്ക് ഈശ്വരാനുഗ്രഹത്താൽ സന്താനഭാഗ്യം ലഭിക്കും. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്കും സാമ്പത്തിക നേട്ടമുണ്ടാകും. തൊഴിൽ കൂട്ടാളിയുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. തൊഴിൽപരമായ പ്രതിസന്ധികൾ മാറി പുരോഗതി ഉണ്ടാകും. ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. യാത്രകൾ മൂലം മനസ്സന്തോഷമുണ്ടാകും. കുടുംബത്തിലുള്ളവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കുറയും. ആത്മീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അവസരമുണ്ടാകും. ദീർഘകാല സ്വപ്നങ്ങൾ പൂർത്തിയാക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കേസുകളിൽ അനുകൂലമായി വിധിയുണ്ടാകും. കലാകാരന്മാർക്ക് നിരവധി അവസരങ്ങൾ ലഭിക്കുന്ന സമയമാണിത്. ഏത് കാര്യത്തിലും ഊർജ്ജസ്വലതയോടെയും ധൈര്യത്തോടെയും പ്രവർത്തിക്കാനും സാധിക്കും. മൊത്തത്തിൽ നോക്കുമ്പോൾ വരാൻ പോകുന്ന ഒരു വർഷക്കാലം അനുകൂല ഫലങ്ങളായിരിക്കും തുലാക്കുറുകാർക്ക് അധികം ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തുലാക്കുറി ജനിച്ചവരുടെ വിഷുഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്തതായി വൃശ്ചികക്കുറി ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. വിശാഖത്തിൻ്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകൾ അടങ്ങിയിട്ടുള്ള വൃശ്ചികക്കുറി ജനിച്ചവരുടെ വിഷുഫലങ്ങളെ നോക്കാം. കോളേജ് തലത്തിൽ പഠിക്കുന്ന വൃശ്ചികക്കുറുകാർക്ക് പഠനപരമായ കാര്യങ്ങളിൽ തടസ്സമുണ്ടാകാൻ സാധ്യതയുള്ള സമയമാണിത്. പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർ ഇപ്പോൾ ലഭിക്കുന്ന അവസരങ്ങളെ മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ഭാവിയിൽ നിരവധി നല്ല അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ജോലിയിലുള്ളവർക്ക് ജോലിഭാരം കൂടുമെങ്കിലും അതിനനുസരിച്ചുള്ള ശമ്പളവും ലഭിക്കുന്നതാണ്. സഹപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പ്രണയിക്കുന്നവർക്ക് ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന സമയമാണിത്. വിവാഹം കഴിഞ്ഞവർക്ക് സന്താനഭാഗ്യം ലഭിക്കാൻ താമസമുണ്ടാകും. അതേസമയം ചിലർക്ക് ലോട്ടറി അടിക്കുന്നത് പോലെയുള്ള പെട്ടെന്നുള്ള ധനയോഗവും ഉണ്ടാകും. ചിലർക്ക് താമസ സ്ഥലം മാറേണ്ട സാഹചര്യമുണ്ടാകും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കും. സാമ്പത്തിക സ്ഥിതിയിൽ കയറ്റയിറക്കങ്ങൾ ഉണ്ടാകുന്ന സമയമാണെങ്കിലും നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം നിറവേറ്റാനുള്ള പണം വന്നു ചേരും. മൊത്തത്തിൽ നോക്കുമ്പോൾ വരാൻ പോകുന്ന ഒരു വർഷക്കാലം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് വൃശ്ചികക്കുറുകാർക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വൃശ്ചികക്കുറി ജനിച്ചവരുടെ വിഷുഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്തതായി ധനുക്കുറി ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ പാദം എന്നീ നാളുകൾ അടങ്ങിയിട്ടുള്ള ധനുക്കുറി ജനിച്ചവരുടെ വിഷുഫലങ്ങളെ നോക്കാം. ധനുക്കുറുകാർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറി മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുന്ന സമയമാണിത്. മനോധൈര്യം അധികരിക്കുകയും ഉത്സാഹത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നതുമാണ്. ഇനി മുതൽ വരുമാനം അധികരിക്കും. വീട്ടിൽ സന്തോഷകരമായ അന്തരീക്ഷമുണ്ടാകും.
ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനും നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കും. വിദ്യാർത്ഥികളുടെ ഓർമ്മശക്തി വർദ്ധിക്കുകയും അതിനാൽ പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധിക്കുന്നതുമാണ്. പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. ജോലിസ്ഥലത്ത് മേലുദ്യോഗസ്ഥരുമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറും. സ്ഥാനക്കയറ്റവും ശമ്പള വർധനയും ഉണ്ടാകും. വിദേശത്ത് നിന്ന് നല്ല അവസരങ്ങൾ തേടിയെത്തും. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്കും സാമ്പത്തിക നേട്ടമുണ്ടാകും. കലാകാരന്മാർക്ക് നിരവധി അവസരങ്ങൾ ലഭിക്കും. സംയുക്ത സംരംഭങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ വാക്കിന് വിലയുണ്ടാകും. നഷ്ടപ്പെട്ട സ്ഥാനമാനങ്ങൾ തിരികെ ലഭിക്കും. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നവരുടെ ആരോഗ്യം മെച്ചപ്പെടും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങളുണ്ടാകും. വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾക്കും അനുകൂലമായ സമയമാണിത്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള അകൽച്ച മാറി അടുപ്പം വർദ്ധിക്കും. ബന്ധുക്കളുടെ പിന്തുണയും ഉണ്ടാകും. മൊത്തത്തിൽ നോക്കുമ്പോൾ വരാൻ പോകുന്ന ഒരു വർഷക്കാലം അനുകൂല ഫലങ്ങളാണ് ധനുക്കൂറുകാർക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ധനുക്കൂറ് ജനിച്ചവരുടെ വിഷഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്തതായി മകരക്കൂറ് ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. ഉത്രാടം നാളിൻ്റെ അവസാനത്തെ 3 പാദങ്ങളും തിരുവോണവും അവിട്ടം നാളിൻ്റെ ആദ്യത്തെ 2 പാദങ്ങളും അടങ്ങിയിട്ടുള്ള മകരക്കൂറ് ജനിച്ചവരുടെ വിഷഫലങ്ങളെ നോക്കാം. വിദ്യാർത്ഥികൾ കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കുകയാണെങ്കിൽ പരീക്ഷകളിൽ നല്ല മാർക്കോടെ വിജയം നേടാൻ സാധിക്കുന്നതാണ്. ജോലിയിലുള്ളവർക്ക് ജോലിഭാരം അധികരിക്കുമെങ്കിലും അതിനനുസരിച്ച് ശമ്പള വർധനയും ഉണ്ടാകും. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് തൊഴിൽപരമായി ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും. പുതിയതായി ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. ജോലിയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും. തടസ്സപ്പെട്ട ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. അനാവശ്യമായ ചിലവുകളെ നിയന്ത്രിക്കുവാൻ സാധിക്കുമെങ്കിലും ശുഭകാര്യങ്ങൾക്ക് വേണ്ടി ചിലവുകൾ ചെയ്യേണ്ടതായി വരും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും. അതേസമയം കുടുംബത്തിൽ ഉള്ളവരുടെ പലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടതായും വരുന്ന സമയമാണിത്. ഈ വർഷം ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതും വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അമിതവേഗം ഒഴിവാക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ വരാൻ പോകുന്ന ഒരു വർഷക്കാലം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് മകരക്കൂറുകാർക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മകരക്കൂറ് ജനിച്ചവരുടെ വിഷഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്തതായി കുംഭക്കൂറ് ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അവിട്ടം നാളിൻ്റെ അവസാനത്തെ 2 പാദങ്ങളും ചതയവും പൂരുട്ടാതിയുടെ ആദ്യത്തെ 3 പാദങ്ങളും അടങ്ങിയിട്ടുള്ള കുംഭക്കൂറ് ജനിച്ചവരുടെ വിഷഫലങ്ങളെ നോക്കാം. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയം നേടാനും ആഗ്രഹിക്കുന്ന കോഴ്സുകൾ ചേർന്ന് പഠിക്കാനും സാധിക്കും. ജോലിയിലുള്ളവർക്ക് അനുകൂലമായ സ്ഥലം മാറ്റം ലഭിക്കുന്നതാണ്. ജോലിസ്ഥലത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളും ഇനി മാറും. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും. കുടുംബത്തിൽ സന്തോഷം അധികരിക്കും. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നവരുടെ ആരോഗ്യം മെച്ചപ്പെടും. വിവാഹം കഴിഞ്ഞവർക്ക് സന്താന ഭാഗ്യം ലഭിക്കും. ലോട്ടറി, ഷെയർ മാർക്കറ്റ് എന്നിവയിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. പൊതുപ്രവർത്തകർക്ക് സമൂഹത്തിൽ ബഹുമാനവും അംഗീകാരവും അധികരിക്കും. കലാരംഗത്തുള്ളവർക്ക് പണവും പ്രശസ്തിയും ഉണ്ടാകും. കുടുംബസ്വത്തുക്കൾ കൈവന്നു ചേരും. അധികാരത്തിലുള്ളവരുടെ സഹായ സഹകരണങ്ങളുണ്ടാകും. ദൂരദേശ യാത്രകൾ പോകാനും സാധിക്കും. വിവാഹബന്ധം വേർപെടുത്തിയവർക്ക് പുനർവിവാഹം നടക്കും. സഹോദരങ്ങളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. വളരെ കാലമായി മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങൾ നിറവേറും. കൊടുക്കൽ വാങ്ങലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നവർ അതാത് മേഖലകളിലുള്ള വിദഗ്ധരുടെ ഉപദേശം സ്വീകരിച്ചതിന് ശേഷം നിക്ഷേപങ്ങൾ നടത്തുന്നതാണ് നല്ലത്. മൊത്തത്തിൽ നോക്കുമ്പോൾ വരാൻ പോകുന്ന ഒരു വർഷക്കാലം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് കുംഭക്കൂറുകാർക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കുംഭക്കൂറ് ജനിച്ചവരുടെ വിഷഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്തതായി മീനക്കൂറ് ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. പൂരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നാളുകൾ അടങ്ങിയിട്ടുള്ള മീനക്കൂറ് ജനിച്ചവരുടെ വിഷഫലങ്ങളെ നോക്കാം. ഏത് കാര്യമായാലും ചിന്തിച്ച് ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണിത്. ഈ കാലയളവിൽ കഴിവതും ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതെ സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. ജോലി ചെയ്യുന്നവർക്ക് ജോലിഭാരം അധികരിക്കും. മേലുദ്യോഗസ്ഥരുമായി പ്രശ്നങ്ങൾ വരാനും സാധ്യതയുള്ള സമയമാണിത്. സഹപ്രവർത്തകരുമായി അനാവശ്യ ചർച്ചകളും കുടുംബകാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതും ഒഴിവാക്കുന്നത് നല്ലതാണ്. വീട് പണി ഇടയ്ക്ക് വെച്ച് നിന്നുപോയവർക്ക് പണി പൂർത്തിയാക്കാൻ സാധിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പദവികൾ ലഭിക്കും. ചെലവുകൾ അധികരിക്കുമെങ്കിലും അത് ശുഭചെലവുകളായിരിക്കും. ഭക്ഷണകാര്യത്തിൽ നിയന്ത്രണം പാലിച്ചില്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരാനും സാധ്യതയുള്ള സമയമാണിത്. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ കുടുംബത്തിൽ സന്തോഷം അധികരിക്കും. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നവരുടെ ആരോഗ്യം മെച്ചപ്പെടും. ലോട്ടറി, ഷെയർ മാർക്കറ്റ് എന്നിവയിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും. മനസ്സിലുണ്ടായിരുന്ന അനാവശ്യമായ ചിന്തകൾ മാറുകയും മനസ്സിന് സന്തോഷം നൽകുന്ന പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നതുമാണ്. സ്വത്ത് സംബന്ധമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് തൊഴിൽപരമായി ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി ലാഭം അധികരിക്കും. യാത്രകൾ മൂലം സാമ്പത്തിക നേട്ടമുണ്ടാകും. വിദേശവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും സാമ്പത്തിക നേട്ടങ്ങൾ അധികം ലഭിക്കും. വിവാഹാദി മംഗളകാര്യങ്ങൾ തടസ്സമില്ലാതെ നടക്കും. വിവാഹം കഴിഞ്ഞവർക്ക് ജീവിത പങ്കാളിയുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറി വിവാഹ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. മൊത്തത്തിൽ നോക്കുമ്പോൾ വരാൻ പോകുന്ന ഒരു വർഷക്കാലം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് മീനക്കൂറുകാർക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മീനക്കൂറ് ജനിച്ചവരുടെ വിഷുഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.